നമ്മൾ അയാളുടെ ഫസ്റ്റ് ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധകനാണ്. അപ്പം നമുക്ക് തോന്നൂല്ലോ എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നൂല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അത് അയാൾ തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിൽ നിന്ന് അത് ഇത്രയും വർഷം ജനങ്ങൾ അയാൾക്ക് വേണ്ടി നിന്നു. അപ്പോൾ ഇനി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ഒരു ദൃഢമായ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു ഫേക്ക് ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളൊരു മനുഷ്യനായിട്ട് കാണുമ്പോൾ നമുക്കത് അങ്ങനെ തോന്നത്തില്ല. പൊളിറ്റിക്സ് ആണ്. പക്ഷെ അത് ഉണ്ടാക്കി വെച്ച് സിനിമയുടെ ഒരു ഇമേജ് മാറ്റിയെടുത്ത് ഒരു പൊളിറ്റീഷ്യനായിട്ട് ഇനിയുള്ള ജീവിതകാലം പോകാമെന്നെടുക്കുന്ന ഡിസിഷൻ അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ അല്ല. ഇനി വരുന്ന നെക്സ്റ്റ് പ്രൊജക്റ്റ് ടോവിനോടൊപ്പമുള്ള പള്ളിച്ചട്ടമ്പയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു റീൽസ് ഷോർട്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്താണ് പള്ളിച്ചട്ടമ്പി? ഞാനും ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷം എനിക്കൊരു കുറച്ചധികം ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിച്ചേട്ടൻ്റെ അടുത്ത് വരാൻ പോണ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇത്. അസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ ഒരു കഥയായിട്ട് ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫനുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു കഥയായിട്ട് ഒരാൾക്ക് എങ്ങനെ ലിസ്റ്റിൻ സ്റ്റീഫനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും? ഈസിലി പറയുവാണെങ്കിൽ ഇപ്പോൾ മാജിക് ഫ്രെയിംസിലാണെങ്കിൽ എൻ്റെ അറിവിൽ അവിടെ ഒരു 3-4 വർഷമായിട്ട് അവിടെ സ്ക്രിപ്റ്റ് കേൾക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റും പുറത്ത് പോകും എന്ന് പറഞ്ഞാൽ വരുന്നൊരു സ്ക്രിപ്റ്റും അയ്യോ കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ അത് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയില്ല. ആക്ച്വലി അവിടെ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട് സ്ക്രിപ്റ്റ് കേൾക്കാൻ വേണ്ടി. അത് അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊരു വർഷത്തെ അപ്പോയിൻമെൻറ്റ് ഉണ്ട് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എല്ലാത്തിൽ നിന്നും വരുന്ന അപ്പോയിൻമെൻറ്റുകളും ഡയറക്റ്റ് വിളിക്കുന്നതായിക്കോട്ടെ എല്ലാം അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അയാൾ അവിടെ ഇരുന്ന് ആ കഥ കേൾക്കുന്നുണ്ട്. ആക്ച്വലി വരുന്ന ആൾക്കാരുടെ എല്ലാ കഥകളും കേൾക്കുന്നു. ഒരു കഥ പോലും മിസ്സാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. എല്ലാവർക്കും വ്യൂ പോയിന്റിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആക്ടർ ജോസുകുട്ടി ജേക്കബാണ്. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. നമ്മൾ രണ്ടാമത്തെ തവണയാണ് കാണുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ശേഷം ബേബി ഗേൾ. ശരിക്കും തിയേറ്ററിൽ ഒരുപാട് നല്ല റെസ്പോൺസസ് വരുന്നുണ്ട്. ആൻഡ് സോഷ്യലി ഒരുപാട് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അത് പ്രേക്ഷകരിലേക്ക് അത് എത്തേണ്ട രീതിയിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 100%. അത് നമ്മൾ ആദ്യം തൊട്ട് ഇപ്പം എനിക്ക് എൻ്റെ സബ്ജക്റ്റ് പരിപാടി ഒന്നും അറിയില്ലായിരുന്നു, സിനിമയും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ തിയേറ്ററിൽ ഈ സിനിമ കാണുമ്പം നമ്മളെവിടെയൊക്കെയോ കേട്ടുപരിചിതമായ ഒരു ഇൻസിഡൻസ് അത് നമ്മളിന്നിവിടെ സംസാരിക്കേണ്ട ഒരു വലിയ വിഷയമാണെന്ന് നമുക്ക് പല പോയിന്റുകളിലും തോന്നിയ ഒരു കാര്യമാണിത്. അത് വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ റിവ്യൂസ് ആ ഒരു സിനിമേനെ ഇപ്പോൾ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നതിനെ തടയുന്നു എന്ന് വിശ്വസിക്കാറുണ്ട്? കാരണം നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ബഹുഭൂരിപക്ഷം ഉള്ള ജനങ്ങളും ഒരു റിവ്യൂസ് നോക്കിയിട്ടാണ് ചിലപ്പോൾ പോകുന്നത്, തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പോൾ അതിനോടുള്ളൊരു ഇങ്ങനെ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ്? അല്ല, റിവ്യൂ ആക്ച്വലി ചില സിനിമകളെ ബാധിക്കാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ചില സിനിമകളെ ബാധിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ പല സിനിമകളും എടുത്തു നോക്കിയാലും ഇപ്പം റിവ്യൂവേഴ്സ് പറയുന്നതിൻ്റെ മാനദണ്ഡം വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ പല സിനിമകളും ഓടേണ്ടതല്ല ഇവിടെ. പക്ഷേ അങ്ങനെയുള്ള റിവ്യൂ മോശമായിട്ട് പറഞ്ഞ സിനിമകളെല്ലാം ഓടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബേബി ഗേളിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂസാണ് എല്ലാവരും തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് പോസിറ്റീവ് വശത്തെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഒരു റിവ്യൂവിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ ആ സിനിമ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ മജോറിറ്റി ആൾക്കാർ കണ്ടിട്ട് എന്താണോ അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു ഇതാണെങ്കിൽ സിനിമ ഓടുക തന്നെ ചെയ്യും. ഇപ്പം അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ സിനിമ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ട് നല്ല രീതിയിൽ കളക്ഷൻസ് എല്ലാം വന്നു തുടങ്ങി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അത് ആൾക്കാർ കയറാതെ അങ്ങനൊരു ഇത് വരത്തില്ലല്ലോ. തീർച്ചയായിട്ടും ആൾക്കാർക്കിടയിൽ നല്ലൊരു അഭിപ്രായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോൾ ഈ സിനിമയിൽ ഇറങ്ങിയ എല്ലാ സിനിമകൾക്കും അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെ സിനിമകൾ പോകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി. അതിൻ്റെ കഥയാണെങ്കിലും അതിൽ തീമാണെങ്കിലും ഓരോരുത്തരുടെ പെർഫോമൻസ് ആണെങ്കിലും ഇതിനകത്ത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ആസ് ആൻ ആക്ടർ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റ് തിങ് എന്തായിരിക്കും ചിന്തിക്കുക, ഒരു ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട്? അല്ല, ഞാനിപ്പോൾ അങ്ങനൊരു നമുക്ക് ഇപ്പോൾ എൻ്റെ ഈ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ക്യാരക്ടറാണ്. ഞാൻ ആക്ച്വലി ഈ ക്യാരക്ടർ സിനിമയിൽ ഇങ്ങനെ ഒരു റോൾ ഉണ്ടെന്ന് പോലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം ഒരു പോയിന്റിൽ പെട്ടെന്ന് ആരും വിളിച്ച് ഞാനിങ്ങനെ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുന്നേ ഇതിൻ്റെ ഓഡീഷൻ നടക്കുന്ന സമയത്ത് തൊട്ട് ഞാൻ അരുണെ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഡയറക്ടർ അരുണായിട്ട് കുറച്ച് നാളായിട്ടുള്ള ഒരു എനിക്ക് ഗരുഡന് മുന്നേ തൊട്ടുള്ള ബന്ധമാണ്. അപ്പം ഞാൻ ഈ സിനിമ തുടങ്ങുന്ന ഒരു സമയമായപ്പോൾ അരുണെ വിളിച്ച് കോൺടാക്ട് ചെയ്തിരുന്നു. എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തരും എന്ന് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു
തിരുവനന്തപുരത്ത് ഓഡീഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ നാളെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പോലീസ് യൂണിഫോം ഉണ്ടെങ്കിൽ അതുമായിട്ട് വരണം, കാരണം ഒരു പോലീസിൻ്റെ ഒരു പരിപാടി ഉണ്ട് ഇതിൽ. അപ്പോൾ അത് വലിയ പരിപാടികളൊന്നുമല്ല, ചെറിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് പോലീസ് യൂണിഫോം ഇട്ട് അത് ഓക്കെ ആവും തോന്നുവാണെങ്കിൽ നമുക്കത് നോക്കാം, നീ എന്തായാലും വരാൻ പറഞ്ഞു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും. ഞാൻ ഇവിടെ കലിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് യൂണിഫോമൊക്കെ, പോലീസ് യൂണിഫോമൊക്കെ എങ്ങനെയോ ഫിറ്റായ സാധനമൊക്കെ റെൻറ്റിനെടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വന്ന് എന്നെ ആരും വന്ന് പിറ്റേ ദിവസത്തിൻ്റെ ഉച്ചയ്ക്ക് വന്നിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞാൻ അവിടെ നിൽക്കുവാണ്. പുള്ളി കണ്ടിട്ട് പറഞ്ഞു ചേർത്തില്ല, വേറെ ഒന്നും തോന്നില്ല. അത് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ആ സെൻസിൽ എടുക്കണമല്ലോ. അപ്പം യൂണിഫോം ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് എന്ന് പുള്ളി പറഞ്ഞു ഒരു പയ്യൻ യൂണിഫോം ഇട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്, അതുകൊണ്ട് നീ വേറെ ഒന്നും തോന്നില്ല. അത് ഞങ്ങൾ ഒരു കുഴപ്പമില്ല, അത് അങ്ങനെയാണല്ലോ, ഡയറക്ടറാണല്ലോ, അവരുടെ കണ്ണിൽ കൂടെ ആണല്ലോ ക്യാരക്ടറിനെ കാണുന്നത്. അപ്പോൾ അത് പോയി. പിന്നെ ഞാൻ അതിലൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് ഉണ്ടായിരുന്നൊരു സാധനമാണ്, പിന്നെ ഒന്നുമില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്തു നിന്ന് ഞാൻ പിന്നെയും അരുണെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ എന്തെങ്കിലും കയറി വരുവാണെങ്കിൽ തരണം എന്ന് പറഞ്ഞു. എന്തോ ദൈവാദിനം കൊണ്ട് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു എന്തോ ഭാഗ്യമാണെന്ന് തോന്നുന്നു, ഒരു പരിപാടി ഇതിൻ്റെ അകത്തുണ്ട്, അതിപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റിൽ പെട്ടെന്ന് നമ്മളത് സ്ക്രിപ്റ്റ് വൈസ് ചർച്ച ചെയ്തപ്പം ഒരു സാധനം കൂടെ ആഡായി വന്നതാണ്, അപ്പോൾ അത് നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 2 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞു പരിപാടി ഉണ്ട്, ഓക്കെ ആണെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ആ ക്യാരക്ടർ എന്താണെന്നോ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എന്താണെന്നോ ഒന്നും നമുക്ക് അറിയില്ല. ആക്ച്വലി നമ്മൾ എല്ലാം ഡയറക്ടറിനെ വിശ്വസിച്ചിട്ട് അങ്ങ് ചെല്ലുവാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞ് ആ മൊമെൻറ്റിൽ സാധാരണ അതിന് മുന്നേ ഞാൻ എങ്ങനെയെങ്കിലും സ്ക്രിപ്റ്റിൻ്റെ ഡയലോഗ് പോലെ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് കഴിഞ്ഞ് നോക്കാറുണ്ട്. ഇത് ഞാൻ അന്വേഷിച്ച് നോക്കി, പക്ഷേ ഒരു കാരണവശാൽ കൊടുത്തേക്കരുത് എന്നുള്ള സ്ട്രിക്റ്റായ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം അതിപ്പോൾ ഡയറക്ടറുടെ കോൺഫിഡൻസ് ആണ്. ഞാൻ ലൊക്കേഷൻ വന്ന് ആ ഒരു ഇത് അന്ന് തന്നെ എന്നോട് പറഞ്ഞു തന്നു. അപ്പം ഷോട്ട് എടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതാണ് ക്യാരക്ടർ, ഇതാണ് ഡയലോഗ്സ്, അത് പറയാനുള്ളതെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആദ്യത്തെ സീക്വൻസ് തന്നെ നിവിൻ ചേട്ടൻ്റെ അടുത്ത സീക്വൻസ് ആണ്. ഈ സിനിമയിലെ ഏറ്റവും ലാസ്റ്റ് ഞാൻ വന്ന് അഭിനയിച്ച് പോകുന്ന ഡയലോഗ് പറയുന്ന സീക്വൻസ് ആണ് ആദ്യം എടുക്കുന്നത്. അത് വന്നു, അത് പിന്നെ അത് ഡയറക്ടർ ഇൻസ്ട്രക്ഷനിൽ അതങ്ങനെ ചെയ്തു. നമ്മളങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഇങ്ങനെ വേണം അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്തു ഒന്നുമില്ല. അത് ഡയറക്ടർ അന്നേരം നമ്മളോട് എന്താണോ പറഞ്ഞു തരുന്നത് ആ മൊമെന്റിൽ അത് അങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ CCTV ഇത് ചെയ്യുന്ന ഒരാളായിട്ടാണല്ലോ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒബ്സർവേഷൻ അങ്ങനെ അത് ആൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, ഞാൻ ആക്ച്വലി ഇത് അറിയുന്നത് അന്നേരമാണ്, അവിടെ വരുമ്പോഴാണ് അറിയുന്നത് CCTV ഓപ്പറേറ്റർ ആണെന്ന്. പിന്നെ ആ മൂമെന്റിൽ ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി CCTV ഓപ്പറേറ്റർമാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാണിക്കുന്നത് നോക്കി, അതൊക്കെ കുറച്ച് നോക്കി. നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ആക്ച്വലി ഇവർക്ക് ഇപ്പം ഏത് പടത്തിന് ഡയറക്ടർ ആയിക്കോട്ടെ, അവർ ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്യാരക്ടർ എന്താണെന്ന്, അവർക്ക് ആർട്ടിസ്റ്റിന് കൊടുക്കേണ്ട ക്യാരക്ടർ എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയാവുന്ന ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബ്രില്യൻസ് ഉള്ള ആൾക്കാരാണ് അവർ. അപ്പം നമ്മളോട് പറഞ്ഞു തരുന്നതിനും ആ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം അത് ശ്രദ്ധിച്ച് കേൾക്കുക, അത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഞാൻ പറയാം, ഇതിപ്പം എല്ലാ സിനിമകളിലും അല്ല കേട്ടോ, ചില സിനിമകളിൽ ഇതിപ്പോൾ ചെറിയൊരു ക്യാരക്ടറാണ്, ഇത് വലിയൊരു സിനിമയിൽ വലിയൊരു ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി ഒരു മുന്നേ കിട്ടുവാണെങ്കിൽ അതിനൊരു പഠനങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കത് ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് സംഭവിച്ചിട്ടുണ്ട് ആക്ച്വലി. ഇപ്പോൾ ഗരുഡന് ശേഷം അരുൺ വർമ്മയുടെ കൂടെ 2ാമത്തെ സിനിമയാണല്ലോ. അതെ അതെ. അപ്പോൾ ഒരു ഡയറക്ടറും ആക്ടറും നമ്മളോട് ഗിവ് ആൻഡ് ടേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. ഒരു ഡയറക്ടറിനെ നോക്കി കാണുകയാണെങ്കിൽ അരുൺ വർമ്മ എത്രമാത്രം ഒരു നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ്? അല്ല, ഞാൻ പടം റിലീസാകുന്നതിൻ്റെ തലേദിവസം ഞാൻ അരുണിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ആണ്. കാരണം ഞാൻ ഗരുഡൻ ചെയ്യുന്നതിന് മുന്നേ തൊട്ട് എനിക്ക് അരുണെ അറിയാം. അപ്പോൾ മലയാളത്തിൽ ഞാൻ പറയും ഇനി തുടരെ ഇപ്പം സിനിമ വിജയങ്ങളുണ്ടാകാം പരാജയങ്ങളുണ്ടാകാം, മലയാളത്തിൽ നിലനിൽക്കാം എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെതായ കണ്ടൻറ്റുകളും സിനിമ ഇതും വെച്ചിട്ട് മലയാളത്തിൽ 1 ഓഫ് ദ ടോപ്പ് ഡയറക്ടർ ആകേണ്ട ഒരാളാണ് എൻ്റെ തോട്ടിൽ പുള്ളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കാലിബർ പുള്ളിക്കുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പുള്ളിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ടും പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടും പുള്ളി സിനിമയെ എങ്ങനെ കാണുന്നതെന്നും കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് പുള്ളിക്ക് എൻ്റെ ഒരു തോന്നലിൽ, നമുക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു തോന്നലിൽ പുള്ളി മലയാളത്തിൽ വളർന്നു വരേണ്ട ബെസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളായി മാറേണ്ട ഒരാളാണെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് ആശയങ്ങളും കഥകളും ഉള്ള അസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ ഒരു കഥയായിട്ട് ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫനായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു കഥയായിട്ട്
ഒരാൾക്ക് എങ്ങനെ ലിസ്റ്റിൻ സ്റ്റീഫനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും? ഈസിലി പറയുവാണെങ്കിൽ ഇപ്പോൾ മാജിക് ഫ്രെയിംസിലാണെങ്കിൽ എൻ്റെ അറിവിൽ അവിടെ ഒരു 3 വർഷം 4 വർഷമായിട്ട് അവിടെ സ്ക്രിപ്റ്റ് കേൾക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റും പുറത്ത് പോകും എന്ന് പറഞ്ഞാൽ വരുന്നൊരു സ്ക്രിപ്റ്റും അയ്യോ കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ അത് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയില്ല ആക്ച്വലി. അവിടെ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട് സ്ക്രിപ്റ്റ് കേൾക്കാൻ വേണ്ടി. അത് അവർ അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊരു വർഷത്തെ അപ്പോയിൻമെൻ്റ് ഉണ്ട് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എല്ലാത്തിൽ നിന്നും വരുന്ന അപ്പോയിൻമെൻറ്റുകളും ഡയറക്റ്റ് വിളിക്കുന്നതായിക്കോട്ടെ എല്ലാം അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അയാൾ അവിടെ ഇരുന്ന് ആ കഥ കേൾക്കുന്നുണ്ട് ആക്ച്വലി. വരുന്ന ആൾക്കാരുടെ എല്ലാ കഥകളും കേൾക്കുന്നു. ഒരു കഥ പോലും മിസ്സാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതുപോലെ കഥ കേട്ടിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് സിറ്റിംഗ് ഉണ്ട്, തേർഡ് സിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അറിവിൽ ലിസ്റ്റിൻ സ്റ്റീഫനിലേക്ക് കഥ പോകുന്നത്. അപ്പം ആദ്യം ഒരാൾ കേൾക്കും, രണ്ടാൾ കേൾക്കും, മൂന്ന് അങ്ങനെ കേട്ടിട്ടാണ് അവർ ഓഫീസിൽ അത് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവരെല്ലാം കേട്ടിട്ടാണ് പുള്ളിയുടെ അടുത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ഒരു കഥകളും വന്ന് മിസ്സായി പോകാറില്ല. അവിടെ വരുന്നതെല്ലാം കേട്ടിട്ട് നോ പറഞ്ഞാൽ ചിലപ്പം അത് ചിലപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയി സംഭവിച്ചേക്കാം. പക്ഷെ അവിടെ വരുന്നത് കഥകളൊന്നും മിസ്സിങ് ആകാറില്ല. എല്ലാം കേൾക്കാൻ ആളുണ്ട് അവിടെ ആക്ച്വലി എൻ്റെ അറിവിൽ. അതെ, ഇനി നമുക്ക് ഒരുപാട് നല്ല കഥകളും ഈ ഒരു പ്രൊഡക്ഷൻ്റെ ബാനറിൽ നമുക്ക് കിട്ടും. ശരിക്കും ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോ സിനിമകളിലും ഓരോ ലൊക്കേഷൻസ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൂ ആയിരിക്കും. അപ്പോൾ ഇതിൽ ബേബി ഗേളിൽ ഹോസ്പിറ്റലായിരുന്നു അതിൻ്റെ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാൻ ഈ ഒരു എൻവയോൺമെന്റ് എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു? അല്ല, ഇത് നമ്മൾ അവിടെ നമുക്ക് ഡീറ്റെയിലിംഗ് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ അത് കിട്ടത്തുള്ളൂ. അത് അങ്ങനെയുള്ള ഒരു വലിയ ക്യാരക്ടറിനെ അത് നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള ഇതുപോലെ ചെല്ലുന്ന സമയത്തായിരിക്കുമല്ലോ നമ്മൾ അത് ഏതാണ് ലൊക്കേഷൻ ഏതാണ് ഇത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു വലിയ ക്യാരക്ടറാണെങ്കിൽ നമുക്കത് ഫുൾ ലെങ്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് അറിയാം, നമ്മുടെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ അറിയാമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആ എൻവയോൺമെൻറ്റ് ചെന്ന് കഴിയുമ്പം നമ്മളേതായ ഒരു പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത സിനിമകളും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ചില സിനിമകൾ ചെറിയ ക്യാരക്ടറുകൾ വരുന്നത് അപ്പം നമ്മൾക്ക് എങ്ങനെയെങ്കിലും ക്യാരക്ടറുകൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ തോട്ടിലില്ല. എൻ്റെ വരുന്ന എല്ലാം ചെയ്യുക എന്നുള്ളതാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു വലിയ ക്യാരക്ടർ കിട്ടുമ്പോഴേ നമുക്കത് അനലൈസ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. പ്രിൻസ് ആൻഡ് ദ ഫാമിലിയിലാണെങ്കിലും ഒരു ബ്രദർ ക്യാരക്ടർ അതും എങ്ങനെയായിരുന്നു? അതൊക്കെ ആക്ച്വലി കുറച്ച് നാൾ മുന്നേ തൊട്ട് നമ്മൾ ഇപ്പം അതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ റൈറ്റർ ആയിക്കോട്ടെ എല്ലാവരും തമ്മിൽ ആ ഒരു കുറച്ച് നാൾ തൊട്ടേ ആ പടം അതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ എഴുതുന്ന സമയം തൊട്ടേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ എൻ്റെ ക്യാരക്ടർ മാത്രമല്ല മൊത്തം ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലുകൾ നമുക്കറിയാം. അപ്പം അന്ന് തൊട്ടേ നമുക്കത് ഒരു പഠനം പോലെ ഫുൾ അവരും നമ്മളെ കൂടത്തിൽ നിർത്തി എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കറിയാം. അപ്പം നമ്മളൊരു സിനിമ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്ന സമയം തൊട്ട് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിലിങ്, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അവിടെ വെച്ച് തന്നെ ആ നമ്മൾ പറഞ്ഞ ഡയലോഗ് മാറ്റിയാൽ തന്നെയും അത് ഏതൊക്കെ രീതിയിൽ വരാവുന്നത് വരെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അത് കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് അറിയുന്നത് കൊണ്ട് കുറച്ച് കാലമായിട്ട് ആ സ്ക്രിപ്റ്റും അറിയാം, അവരുടെ ചുറ്റുപാടും അറിയാം, ഇവരെന്താണ് ആ ക്യാരക്ടറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വിജയ് ഫാനാണോ? വിജയ് ഫാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഫാനൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പുള്ളിയുടെ ഏത് സിനിമ ഇറങ്ങിയാലും പോയി കാണുന്ന ഒരാളാണ് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ അത് ആക്ച്വലി എനിക്ക് ഭയങ്കര എനിക്ക് തോന്നിയ ഒരു സാധനമാണ് അത്. അപ്പോൾ ഇത്രയും വർഷം അവരുണ്ടാക്കി വെച്ചൊരു കരിയർ, അപ്പോൾ എന്തായാലും അയാളൊരു നടനാണല്ലോ. അപ്പം ഇത്രയും വർഷം അയാൾ ഉണ്ടാക്കി വെച്ച ഒരു നടനെന്നതിൽ ഉണ്ടാക്കി വെച്ച ഒരു ഫാൻ പവർ ആയിക്കോട്ടെ, അയാളുടെ ഒരു ഇമേജ് ആയിക്കോട്ടെ, എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി വേറൊരു ഇതിനകത്തേക്ക് മാറി ഒരു പൊളിറ്റിക്സിലേക്ക് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അയാളുടെ ഫസ്റ്റ് ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധകനാണ്. അപ്പം നമുക്ക് തോന്നൂല്ലോ എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നൂല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അത് അയാൾ തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിൽ നിന്ന് അത് ഇത്രയും വർഷം ജനങ്ങൾ അയാൾക്ക് വേണ്ടി നിന്നു. അപ്പോൾ ഇനി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ഒരു ദൃഢമായ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു ഫേക്ക് ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളൊരു മനുഷ്യനായിട്ട് കാണുമ്പോൾ നമുക്കത് അങ്ങനെ തോന്നത്തില്ല. പൊളിറ്റിക്സ് ആണ്. പക്ഷെ അത് ഉണ്ടാക്കി വെച്ച് സിനിമയുടെ ഒരു ഇമേജ് മാറ്റി നിർത്തി ഒരു പൊളിറ്റീഷ്യനായിട്ട് ഇനിയുള്ള ജീവിതകാലം പോകാമെന്നെടുക്കുന്ന ഡിസിഷൻ അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ അല്ല.
അതുകൊണ്ട് നമുക്കതൊരു ഭയങ്കര സിൻസിയറിറ്റി അതിൻ്റെ അകത്ത് ഫീൽ ചെയ്തു. കാരണം ആ ഡിസിഷൻ പിന്നെ ഓരോരുത്തരും എടുക്കുന്നത് വേറെ വേറെ രീതിയിലായിരിക്കും. അദ്ദേഹം ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് 69 ജനനായകൻ എന്നുള്ള സിനിമ റിലീസായിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ നിവിൻ പോളി കുറച്ച് നാളുകൾക്ക് ശേഷം സർവ്വമായ ചെയ്തു, ബേബികൾ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് കൂടെ പെർഫോം ചെയ്ത് നേരിട്ട് കണ്ടു ആ ഒരു പെർഫോമൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ആക്ച്വലി എൻ്റെ വലിയൊരു ഭാഗ്യമാണ് നിവിൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ സീക്വൻസ് എല്ലാം നിവിൻ ചേട്ടൻ്റെ കൂടെയാണെന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ആ മൂന്ന് സീനും നിവിൻ ചേട്ടൻ്റെ കൂടെയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തരുന്നത്. കാരണം നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ അനുഭവിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പോസിറ്റ് ഒരു ആർട്ടിസ്റ്റിന്. അപ്പം നമ്മൾ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അപ്പോൾ അവർ വലിയൊരു രീതിയിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റുകളാണ്. അപ്പം നമ്മൾ അവരുടെ ഒപ്പം നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവർ പെർഫോം ചെയ്യുന്നതെന്നുള്ളത് വളരെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിവിൻ ചേട്ടൻ്റെ കൂടെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പം പുള്ളി പിന്നെ കുറച്ച് ഇപ്പം നമ്മളോട് നിൽക്കുമ്പോൾ അല്ല ആരുടെ കൂടെ നിന്നാലും ചെറിയൊരു കാര്യത്തിൽ കുറച്ച് കൂടുതൽ ചിരി വരുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ സീക്വൻസിൽ എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി വളരെ നോർമലായിട്ട് ഇപ്പം നമ്മളോട് എന്താണോ സംസാരിക്കുന്നത് അതേപോലെ തന്നെ വന്ന് നിന്ന് പെർഫോം ചെയ്യുവാണ്. നമുക്കത് ഒരു ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് പുള്ളിയുടെ. ഇനി വരുന്ന നെക്സ്റ്റ് പ്രൊജക്റ്റ് ടോവിനോടൊപ്പമുള്ള പള്ളിച്ചട്ടമ്പിയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു റീൽസ് ഷോർട്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്താണ് പള്ളിച്ചട്ടമ്പി? ഞാനും ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡോടുകൂടി കാത്തിരിക്കുന്നൊരു സിനിമയാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷം എനിക്കൊരു കുറച്ചധികം ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നൊരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി. അപ്പം എൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി എൻ്റെ ലുക്ക് അടക്കം മൊത്തത്തിൽ മാറി ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു. എനിക്ക് വേറൊരു ലുക്കിൽ ഏതെങ്കിലും ഒരു സിനിമ കിട്ടിയിരുന്നെങ്കിൽ, ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ആ ഒരു ടൈമിലാണ് പള്ളിച്ചട്ടമ്പി വന്നത്. എനിക്ക് കംപ്ലീറ്റ്ലി ഒരു 1957 കാലഘട്ടത്തിൽ പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ അതിനകത്ത് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിലുപരി ലാസ്റ്റ് ഇയറിൽ സംഭവിച്ച ഏറ്റവും നല്ലൊരു കാര്യം എന്ന് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നത് ടോവിച്ചേട്ടനെ പരിചയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം കുറച്ചധികം ദിവസം എനിക്ക് ടോവിച്ചേട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അത് ഭയങ്കര നല്ലൊരു ആ ഒരു അവസരം എനിക്ക് തന്ന അതിൻ്റെ ഡയറക്ടറോട് ഭയങ്കരമായ നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ കുറച്ച് അധികം ടോവിച്ചേട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. കോസ്റ്റ്യൂംസ് ഒക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ ക്യാരക്ടറിന്റെ കാര്യം ഒന്നും പറയുന്നില്ല, അതെല്ലാം പറഞ്ഞാൽ അത് വിഷയമാവും. അതുകൊണ്ട് പക്ഷെ അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ചെറിയൊരു പോർഷൻ നമ്മൾ കണ്ടില്ല, അത് രസമായിരുന്നു. ലൂപ്പിൽ അതൊന്നും അല്ല അതിൻ്റെ അകത്ത് വരാൻ പോണ പരിപാടികൾ അതൊന്നും അല്ല. അത് കുറച്ചധികം പരിപാടി ഉണ്ട് അതിനകത്ത്. എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുണ്ട്, വളരെ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് പിന്നെ ടോവിച്ചേട്ടനൊക്കെ എടുത്ത എഫേർട്ട്, അത് ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു പരിപാടി അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. വലിയ എഫേർട്ട് എടുത്ത ഒരു സിനിമയാണ് അവരൊക്കെ. നമ്മളെല്ലാവരും അതെ ഭയങ്കര എഫേർട്ട് എടുത്ത് കുറേ നാളുകൾക്ക് ശേഷം, എനിക്കൊന്ന് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ കരിയറിനിടയ്ക്ക് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു സിനിമയില്ല. അത്രയും എഫേർട്ട് എല്ലാ കാര്യങ്ങൾക്കും എടുത്തിട്ടുണ്ട്. അപ്പം അത് ഇപ്പം ഈ കാണുന്ന അപ്ഡേറ്റ് ഒന്നും അല്ല, അത് കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ടോവിച്ചേട്ടൻ്റെ അടുത്ത് വരാൻ പോണ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇത്. 100 ദിവസം അടുത്ത് നമ്മൾ തൊടുപുഴ തന്നെ ഷൂട്ട് ചെയ്തു. ആ സിനിമ 100 ദിവസം അടുത്ത് തൊടുപുഴ തന്നെ ഷൂട്ട് ചെയ്തു. മഴയും എല്ലാം ആയിട്ട് പണ്ടത്തെ പീരിയോഡിക് ആ ഒരു പരിപാടിയാണ്. അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും. ബേബികൾ എന്ന സിനിമ ഇപ്പൊ തിയേറ്ററിൽ വാച്ച് ചെയ്തവരോടും ചെയ്യാത്തവരോടും ഇനി ചെയ്യാൻ പോകുന്നവരോടും അവസാനമായിട്ട് എന്താ പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഓരോരുത്തരും ഇഷ്ടമാണ് സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരും ഇഷ്ടം. ഇപ്പം ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് അതിനകത്തൊരു ആക്ടർ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട. ആ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സംസാരിച്ച് ഈ അടുത്ത് വന്ന ഒരു സിനിമയില്ല. ആ സിനിമയുടെ വളരെ ഒരു ഇമോഷണൽ ഡ്രാമയാണ് ആ സിനിമ. ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്ന കണ്ടന്റ് ആക്ച്വലി ഞാൻ പലപ്പോഴും പത്രം വായിക്കുമ്പോഴായിക്കോട്ടെ, ന്യൂസുകൾ കാണുമ്പോഴായിക്കോട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, ഇതുപോലുള്ള പല ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസിഡൻറ്റുകളൊന്നും എന്തുകൊണ്ട് സിനിമയാകുന്നില്ല, അത് ആരും അതിന് മുതിരാത്തത് എന്താണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള ഉത്തരവാണ് ഈ സിനിമ. ഈ സിനിമ കണ്ടു കഴിയുമ്പം ഇതെന്താണ്, ഈ ജനറേഷൻ എന്താണ്, ഒരു കുടുംബം ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അതിപ്പം എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ സിനിമ സംസാരിക്കുന്നത്.
അത് എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഇപ്പോൾ ഒരു 18, 13 ആ ഒരു ഏജിലുള്ള പേരൻസും അവരെല്ലാവരും തന്നെ കാണേണ്ട ഒരു തീർച്ചയായിട്ടും സിനിമയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അവരുടെ ഒരു മാനസിക സംഘർഷം എന്താണെന്നുള്ളതാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇപ്പം ഒരു ഏജിൽ ഇപ്പം ആ ഒരു ഏജിൽ എൻ്റെ ഒരു കാലഘട്ടത്ത് നടക്കാത്തൊരു കാര്യമായിരിക്കും ഇത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഏജിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണിത്. അപ്പം അവരുടെ പ്രായത്തിലുള്ള ഒരാൾ എങ്ങനെയാണ് ആ ഒരു ഇൻസിഡൻറ്റിനെ കാണുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഈവൻ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ. അപ്പം അവർ കുറച്ച് പഴയ രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇത് ഭയങ്കര വിഷയം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് ഒക്കെ നമുക്ക് ഈ ഒരു ജനറേഷൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ആൾക്കാർക്കും പേരൻസിനും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു സിനിമയിലൂടെ. അതെ, നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അതിന്റെ ഒരു എലമെന്റ് ഇട്ടും പോകുന്നുണ്ട്. കാരണം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആള് വേറെയാണെന്നുള്ളത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് പിന്നെ പിടിച്ചു പോകാൻ മനസ്സിലാവും. നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ ആ പോയിന്റിൽ. പോയിന്റ് ഇനി ഒരുപാട് നല്ല സിനിമകളെ നമുക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായും താങ്ക് യു സോ മച്ച്.